ഇതെന്താ ഇന്നൊരു ചിരിയൊക്കെ? അതെന്താണെന്നറിയോ ഇസ്ലാം? ഇന്നലെയായിരുന്നു ലോക ചിരിദിനം. അപ്പൊ നമ്മുടെ റേഡിയോയുടെ എല്ലാ ലിസണേഴ്സിനും ഒരു വേൾഡ് ലാഫിംഗ് ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. വെൽക്കം ബാക്ക് ടു അവർ ഷോ ICT തരംഗ് FM സ്റ്റേഷൻ. ഒന്ന് ചിരിക്കാം, ഓർത്തു വയ്ക്കാം. ഇറ്റ്സ് മീ RJ Orisla. And this is RJ Abhinav. You are listening to ICT തരംഗ് FM സ്റ്റേഷൻ. ഒന്ന് ചിരിക്കാം, ഓർത്തു വയ്ക്കാം. നമുക്ക് ടോക്ക് വിത്ത് തരംഗിന്റെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോ ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങൾക്ക് 4 ഗുളികകൾ തന്നു. അതിൽ 2 എണ്ണം പനിക്കും, 2 എണ്ണം ജലദോഷത്തിനുമുള്ളതാണ്. എന്നാൽ ഗുളികകളെല്ലാം ഒരേ രൂപം, ഒരേ വലുപ്പം, ഒരേ നിറം, സെയിം വെയിറ്റും, അതിനൊന്നിനും കവറില്ല. ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു പനിയുടെയും ഒരു ജലദോഷത്തിന്റെയും ഗുളിക കഴിക്കണം. എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ആൻസറുകൾ വേഗം ഞങ്ങൾ തന്നിരിക്കുന്ന നമ്പറിലേക്ക് അയക്കുക. സ്റ്റേ ട്യൂൺ ടു ICT തരംഗ് FM സ്റ്റേഷൻ. ഒന്ന് ചിരിക്കാം, ഓർത്തുവയ്ക്കാം. റിസ്ല, നമ്മുടെ ലിസണേഴ്സിന്റെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, നമ്മുടെ ടോക്ക് തരംഗ് പൊളിക്കുന്നുണ്ടല്ലേ അബി? ഇനി നമ്മുടെ സ്കൂളിൽ നടക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് പ്രോഗ്രാം എന്താണെന്ന് അറിയാമോ? എന്ത് പരിപാടിയാ അബി? ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ കുട്ടികളെല്ലാവരും ഓൺലൈൻ ക്ലാസ് വന്നതിന് ശേഷം മൊബൈലിൽ തന്നെയായിരുന്നു. പക്ഷേ അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? പഠിക്കാൻ, അല്ലാതെ പിന്നെ. അതേ റിസ്ല, പഠിക്കാനാണ്. പക്ഷേ കുട്ടികൾ ഇത് ഒരു പരിധിവരെ ദുരുപയോഗം ചെയ്യുകയാണ്. കാരണം കുട്ടികളെല്ലാവരും ഇന്ന് ഗെയിമിന്റെ മായാലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലതരം ഗെയിമുകൾ ഇന്ന് കുട്ടികളെ വലയിൽ വീഴ്ത്തിയിട്ടുണ്ട്. PUBG, ഫ്രീ ഫയർ പോലുള്ള ഗെയിംസ്. അബി, നീ ഗെയിംസ് ഒക്കെ കളിക്കാറുണ്ടോ? ഇല്ല റിസ്ല, ഞാൻ കളിക്കാറില്ല. നീ ലാസ്റ്റ് ഡേയിലെ ന്യൂസ് കേട്ടില്ലായിരുന്നോ? കണ്ണൂരിൽ ഒരാള് ഓൺലൈൻ റമ്മി കളിച്ച് സൂസൈഡ് ചെയ്തില്ലേ? അപ്പൊ ഇതിനൊക്കെതിരെ നമ്മുടെ സ്കൂൾ മുമ്പോട്ടിറങ്ങുകയാണ്. നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സും PTA മെമ്പേഴ്സും സ്റ്റുഡന്റ് കൗൺസിലും എല്ലാവരും കൂടി നേരിട്ട് പേരൻസിനെയും സ്റ്റുഡൻസിനെയും അവരവരുടെ വീടുകളിൽ പോയി കണ്ടുകൊണ്ട് ചില പ്രധാന ഏരിയസിൽ ഒരു ക്യാമ്പയിൻ നടത്താൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിന് ഒരു പൊൻതൂവൽ കൂടി അല്ലേ അബി? നീ ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിന്റെ പേര് We4U എന്നാണ്. സോഷ്യൽ മീഡിയയിലുള്ള അഴിമതികളും ഓൺലൈൻ ഗെയിംസിന്റെ അഡിക്ഷനും എതിരെയുള്ള ഒരു അവയർനെസ് കുട്ടികൾക്കും പേരൻസിനും നൽകുവാനാണ് ഈ ക്യാമ്പയിൻ. 13-ാം തീയതി ജനുവരി 3:30 ഋഷിരാജ് സിംഗ് IPS ഇതിന്റെ ഇനോഗ്രേഷൻ നടത്തുന്നതായിരിക്കും. ഇന്ന് ഇത് മാത്രമല്ല അബി പറയാനുള്ളത്. നാളെ എന്താ റിസ്ല? നാളെ യൂത്ത് ഡേ ആണ്. ആ റിസ്ല, ഞാനത് മറന്നു. എല്ലാ വർഷവും ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ജനുവരി 12 സ്വാമി വിവേകാനന്ദന്റെ ബർത്ത്ഡേ ആണ്. വിവേകാനന്ദൻ പറഞ്ഞു, ടേക്ക് റിസ്ക് ഇൻ യുവർ ലൈഫ്. ഇഫ് യു വിൻ യു മേ ലീഡ്, ഇഫ് യു ലോസ് യു മേ ഗൈഡ് എന്ന്. ഇത് യുവാക്കൾക്ക് ഒരു പ്രചോദനമായി മാറി. യുവാക്കൾ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ കെട്ടുറപ്പാണ്. എന്ത് പ്രശ്നം വന്നാലും ആദ്യം ഓടിയെത്തുന്നതും അതിനു വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നത് യുവാക്കളാണ്. അതേ റിസ്ല, നമ്മുടെ സ്കൂളിൽ നിന്നും ഇതുപോലെ അറിയപ്പെടുന്ന ഒരാളുണ്ട്, നമ്മുടെ സ്വന്തം നബീലിക്കാക്ക. ഇക്കഴിഞ്ഞ മൂന്നാർ പെട്ടിമുടി ദുരന്തത്തിൽ സന്നദ്ധ സേവനം നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വോളണ്ടിയർ ആയിരുന്നു നബീലിക്കാക്ക. അങ്ങനെ യുവാക്കൾക്കിടയിൽ ഒരു മാതൃകയായി ഇക്കാക്ക മാറി. അപ്പോ നമുക്കിനി 4Bയിലെ മറുവേടെ പാട്ട് ഒന്ന് കേട്ടാലോ? യു ആർ ലിസ്ണിംഗ് ടു ICT തരംഗ് FM സ്റ്റേഷൻ. ഒന്ന് ചിരിക്കാം, ഓർത്തുവെക്കാം. ആകെ പാടച്ചൊന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ്, ആരാധനക്കർഹനേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ്, മാനവർക്കായെന്നും നേർവഴി കാട്ടിയ മക്കത്തൂതിത്ത ഹബീബുള്ളാഹ്, മംഗകൾ കുത്തമിയ ആമിന ബീവി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ്. ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സൗർഗുഹയിൽ പ്രവേശിച്ച് സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തലവച്ച് അന്ത്യപ്രവാചകൻ നിദ്രയെ പ്രാപിച്ച് ചന്ദ്രവാദനം കണ്ട് സിദ്ദീഖൊരു പുഞ്ചിരി തൂകുന്നുണ്ട്. പുഞ്ചിരി തൂകുന്നു ചുറ്റും
ചുറ്റിലും നോക്കുന്നു, പോതും പഴുതുമടയ്ക്കുന്നു. പഴുതൊന്നടയ്ക്കുവാൻ ശീലത്തുണ്ടില്ല, പാദവിരൽ കൊണ്ടമർത്തുന്നു. മുത്ത് റസൂലുള്ള സുഖമായുറങ്ങുന്നു, മുഖം കണ്ട് സിദ്ദീഖോർ സന്തുഷ്ടനാകുന്നു. മൂർഖം പാം വന്നുടൻ കാലിൽ കടിക്കുന്നു, മൂർച്ഛിച്ച വേദന സിദ്ദീഖിലേറുന്നു. നബിയെ ഉണർത്തിയില്ല, സിദ്ദീഖിന്റെ വേദന മാറുന്നില്ല. പൊട്ടിയൊഴുകിയ കണ്ണുനീർത്തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിന്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്നൊന്ന് നോക്കുന്നേ. എന്താ സിദ്ദീഖോരെ നിങ്ങൾ കരയുന്നു, എന്ത് പീണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന്. എന്റെ മാനദാരിൽ വേദന തിങ്ങുന്നു, എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട്. ഉമിനീർ പുരട്ടി നബി സിദ്ദീഖിന്റെ ഉഗ്രവിഷമിറക്കി. ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനക്കർഹനേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ്. ഇത്രയും സൂപ്പറായ ഒരു സോങ് നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത മറവയ്ക്ക് ഒരു ബിഗ് ക്ലാപ്പ്. This is RJ Risla. And this is RJ Abhinav signing off from ICD Tarang FM station. ഒന്നിച്ചിരിക്കാം, ഓർത്തു വയ്ക്കാം.